ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് സോൾ ട്രേഡിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതൊക്കെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്നുള്ള കാര്യമാണ്. മെയിനായിട്ട് ട്രയൽ ബാലൻസും അഡ്ജസ്റ്റ്മെൻറ്റ്സും യൂസ് ചെയ്തിട്ടാണ് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് പറയേണ്ടത് ട്രയൽ ബാലൻസ് കൂടാതെ ഏതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ഈ പ്രോബ്ലത്തിൽ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഫൈനൽ അക്കൗണ്ടിന് ആവശ്യമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് നോക്കാം. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ മീനിങ് എന്താണെന്നുള്ള കാര്യം നോക്കാം. ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് പഠിച്ചിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. ഫസ്റ്റ് വൺ, ദ ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ് ബാലൻസസ് ആസ് ഓൺ പെർട്ടിക്കുലർ ഡേറ്റ്. ഒരു പെർട്ടിക്കുലർ ഡേറ്റിലുള്ള ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസിനെ ഷോ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ട്രയൽ ബാലൻസ്. ഫൈനൽ അക്കൗണ്ടിങ് ഈസ് ഡൺ ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് പീരീഡ്. ഈ ട്രയൽ ബാലൻസ് യൂസ് ചെയ്തിട്ട് ഫൈനൽ അക്കൗണ്ടിങ് നമ്മൾ ചെയ്യുന്നത് അക്കൗണ്ടിങ് പീരീഡിൻ്റെ എൻഡിലാണ്. അക്കൗണ്ടിങ് പീരീഡിൻ്റെ ലാസ്റ്റ് ഡേയിൽ പ്രിപ്പയർ ചെയ്യുന്ന ട്രയൽ ബാലൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ടിങ് ചെയ്യുന്നത്. ദർ മൈറ്റ് ബി എ നമ്പർ ഓഫ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ വിച്ച് മൈറ്റ് നോട്ട് ഹാവ് ബീൻ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ബൈ ദ ടൈം ഓഫ് ദ ട്രയൽ ബാലൻസ് ഹാസ് ബീൻ പ്രിപ്പയർഡ്. എന്നാൽ ഈ ലാസ്റ്റ് ഡേയിൽ നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പോലും ചില കാര്യങ്ങൾ നമ്മൾ ഈ ഒരു അക്കൗണ്ടിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ട്രയൽ ബാലൻസ് എന്ന സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ വിളിക്കുന്നതാണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ദ ട്രാൻസാക്ഷൻസ് വിച്ച് ഹാസ് നോട്ട് ബീൻ ജേർണലൈസ്ഡ് അപ്പൻഡഡ് ടു ദി ട്രയൽ ബാലൻസ് ആർ വാട്ട് വി കോൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ജേർണൽ എൻട്രീസ് എഴുതിയിട്ടില്ല, അതിൻ്റെ ബാലൻസ് ട്രയൽ ബാലൻസ് വന്നിട്ടില്ല, ഇങ്ങനെയുള്ള എൻട്രീസിനെ നമ്മൾ വിളിക്കുന്നതാണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അഡ്ജസ്റ്റ്മെൻറ്റ്സ് അപ്പോൾ ട്രയൽ ബാലൻസിന് പുറമേ ആയിരിക്കും പ്രോബ്ലത്തിൽ ഉണ്ടാവുക. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും, അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻസ് ദാറ്റ് ഹാസ് നോട്ട് ബീൻ ജേർണലൈസ്ഡ് ബൈ ദ കമ്പനി ബിസിനസ് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് പീരീഡ്. അക്കൗണ്ടിങ് പീരീഡിൻ്റെ എൻഡിൽ ജേർണലൈസ് ചെയ്യാത്ത എൻട്രീസിനെ നമ്മൾ വിളിക്കുന്നതാണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അതിനുള്ള എക്സാമ്പിൾസ് ആണ് ക്ലോസിംഗ് സ്റ്റോക്ക്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ഡിപ്രീസിയേഷൻ, ഗുഡ്സ് സെൻറ്റ് ഓൺ സെയിൽസ് ഓർ റിട്ടേൺ ബേസിസ് എക്സെട്ര. ഇത്രയാണ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ എക്സാമ്പിൾസ്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്താൽ നോക്കാം, അവ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പഠിക്കാം. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഒരു ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ് പീരീഡിൻ്റെ എൻഡിലുള്ള വിൽക്കാൻ കഴിയാത്ത ഫിനിഷ്ഡ് ഗുഡ്സ്, റോ മെറ്റീരിയൽസ്, വർക്കിംഗ് പ്രോഗ്രസ്സിനെയാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. ബിസിനസ്സിൻ്റെ എൻഡിലുള്ള വിറ്റ് പോകാത്ത ഐറ്റംസ്, സ്റ്റോക്കുകളാണ്. ഇത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിനെ ട്രേഡിംഗ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യണം. നെക്സ്റ്റ് ഇറ്റ് ഈസ് ഷോൺ ഇൻ ദ അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു അസറ്റായിട്ടും കാണിക്കണം. നെക്സ്റ്റ് വൺ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിൻ്റെ മീനിങ് എക്സ്പെൻസസ് ഡ്യൂ ബട്ട് നോട്ട് ഹാവ് ബീൻ പെയ്ഡ്. എക്സ്പെൻസ് ഡ്യൂ ആയിട്ടുണ്ട് പക്ഷേ ഇതുവരെ അടച്ചിട്ടില്ല, മീൻസ് എക്സ്പെൻസ് കൊടുക്കാനുണ്ട് പക്ഷെ കൊടുത്തിട്ടില്ല അവസ്ഥയാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് തരികയാണെങ്കിൽ രണ്ട് രീതിയിലാണ് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. ഒന്ന്, അത് ഏതാണോ കറസ്പോണ്ടിങ് എക്സ്പെൻസ് അതിൻ്റെ കൂടെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് കൂടെ ആഡ് ചെയ്യണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്ന ഐറ്റം എഴുതണം. രണ്ട് രീതിയിൽ ചെയ്യുക, കറസ്പോണ്ടിങ് എക്സ്പെൻസുമായിട്ട് ഇതിനെ ആഡ് ചെയ്യുക, പിന്നീട് ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിലും എഴുതുക. അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. Expenses the benefit of which we have not been fully enjoyed at the end of the accounting year ആണ്. ഒരു അക്കൗണ്ടിങ് ഇയറിൽ നമ്മൾ എക്സ്പെൻസ് ഓൾറെഡി പേ ചെയ്തു പക്ഷെ അതിൻ്റെ ബെനിഫിറ്റ്സ് ഫുള്ളായിട്ട് ആ ഇയറിൽ എൻജോയ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. അങ്ങനെ പ്രീപെയ്ഡ് എക്സ്പെൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കറസ്പോണ്ടിങ് എക്സ്പെൻസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ലെസ് ചെയ്യാനുള്ള ഐറ്റമാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് കറസ്പോണ്ടിങ് എക്സ്പെൻസ് കൂടെ ആഡ് ചെയ്യണം. പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണെങ്കിൽ ലെസ് ചെയ്യണം. അതിനുശേഷം ഇത് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റിൽ അത് അസറ്റ് സൈഡിൽ ഷോ ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ഷോ ചെയ്യേണ്ടതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. ലയബിലിറ്റി സൈഡിലാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. നെക്സ്റ്റ് വൺ, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ഓർ അക്രൂഡ് ഇൻകം. ഇൻകം ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്. ഇൻകം ഡ്യൂ ആയിട്ടുണ്ട് പക്ഷെ റിസീവ് ചെയ്തിട്ടില്ല, ഈ അവസ്ഥയാണ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം അല്ലെങ്കിൽ അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഇൻകം ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ഇൻകമായിട്ട് ആഡ് ചെയ്യേണ്ടതാണ് ഇൻകം അക്രൂഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലും ഷോ ചെയ്യുക.
അപ്പോൾ രണ്ട് രീതിയിലാണ് ചെയ്യേണ്ടത്. ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ഉണ്ടെങ്കിൽ ഇൻകത്തിനോട് ആഡ് ചെയ്യുക, അതുപോലെ തന്നെ അസറ്റ് സൈഡിൽ ബാലൻസ് ഷീറ്റിൽ എഴുതുക. അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓർ അൺഅപ്പിയർഡ് ഇൻകം. ഇതുവരെ നമ്മൾ ഇൻകം റിസീവ് ചെയ്തു, നേരത്തെ ഇൻകം റിസീവ് ചെയ്തു, പക്ഷേ അതിനുള്ള സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനെയാണ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഇൻകം എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ച് എപ്പോഴും ലയബിലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ കറസ്പോണ്ടിങ് ഇൻകത്തിൽ നിന്ന് ലെസ് ചെയ്യാനുള്ളതാണ് അൺഎക്സ്പയർഡ് ഇൻകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് അൺഎക്സ്പയർഡ് ഇൻകം വരിക. നെക്സ്റ്റ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ മീൻസ് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ആൻ അസറ്റ്സ് ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ, പാസേജ് ഓഫ് ടൈം, ഒബ്സൊലൻസ് എക്സെട്ര. സമയം കഴിയുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഡേറ്റ് ആയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ യൂസ് ചെയ്തതിൻ്റെ പേരിൽ അസറ്റിൻ്റെ വാല്യൂ കുറയുന്നതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഡിപ്രീസിയേഷൻ. ഇങ്ങനെ ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇയർലി അത് റൈറ്റ് ഓഫ് ചെയ്യും. അങ്ങനെ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് എഴുതണം. അതുപോലെ തന്നെ ഏതാണോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അസറ്റ് അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കുറച്ചിട്ട് വേണം ബാലൻസ് ഷീറ്റിൽ എഴുതാൻ. മീൻസ് ഏതെങ്കിലും അസറ്റിൻ്റെ മുകളിൽ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ എക്സ്പെൻസ് സൈഡിൽ ഡിപ്രീസിയേഷൻ കാണണം. അതുപോലെ തന്നെ അസറ്റിൻ്റെ വാല്യൂ എഴുതുന്ന സമയത്ത് എത്രയാണോ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അത് കുറച്ചിട്ട് വേണം എഴുതാൻ. നെക്സ്റ്റ് വൺ, ബാഡ് ഡെപ്റ്റ്. എനി ഇർറിക്കവറബിൾ പോർഷൻ ഓഫ് സൺഡ്രി ഡെപ്റ്റർ ഈസ് ടേംഡ് ആസ് ബാഡ് ഡെപ്റ്റ്. ചില സമയത്ത് സൺഡ്രി ഡെപ്റ്റേഴ്സ് മീൻസ് ബിസിനസ്സിന് ക്യാഷ് തരാനുള്ള ആളുകൾ ചില പോർഷൻ അവർ ഹോൾഡ് ചെയ്യുന്ന പോർഷൻ ചിലപ്പോൾ ബിസിനസ്സിന് തന്നുകൊള്ളുന്നില്ല. അങ്ങനെ തരാത്ത ഭാഗത്തിനെ വിളിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇർറിക്കവറബിൾ ആയിട്ടുള്ള ഡെപ്റ്റുകളെ വിളിക്കുന്നതാണ് ബാഡ് ഡെപ്റ്റ്. ബാഡ് ഡെപ്റ്റ് ഈസ് എ ലോസ് ടു ദ ബിസിനസ്. ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ ട്രയൽ ബാലൻസ് ഇറ്റ് ഷുഡ് ഹാവ് ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇനി ബാലൻസ് ഷീറ്റിൽ നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ട്രയൽ ബാലൻസ് തന്നെ തന്നിട്ടുണ്ട് ബാഡ് ഡെപ്റ്റ് എങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ജസ്റ്റ് എഴുതണം, എക്സ്പെൻസ് സൈഡിൽ എഴുതണം. പക്ഷേ ബാഡ് ഡെപ്റ്റ് തന്നിട്ടുള്ളത് അഡ്ജസ്റ്റ്മെൻറ്റിലാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം സൺഡ്രി ഡെപ്റ്റേഴ്സ്. സൺഡ്രി ഡെപ്റ്റേഴ്സിൽ നിന്ന് അത് ഡിഡക്റ്റ് ചെയ്യുകയും വേണം. പ്ലസ് എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞ പേരിൽ എഴുതാൻ വേണം. അപ്പോൾ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് ഇർറിക്കവറബിൾ പോർഷനാണ് സൺഡ്രി ഡെപ്റ്ററിൻ്റെ. അങ്ങനെ ബാഡ് ഡെപ്റ്റ് ട്രയൽ ബാലൻസ് തന്നെ തരികയാണെങ്കിൽ അത് ജസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതിയാൽ മതി. എന്നാൽ അത് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നിട്ടുള്ളതെങ്കിൽ അത് എഴുതേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും അതുപോലെ തന്നെ സൺഡ്രി ഡെപ്റ്ററിൽ നിന്ന് എത്രയാണോ ബാഡ് ഡെപ്റ്റുള്ളത് അത് സൺഡ്രി ഡെപ്റ്ററിൽ നിന്ന് കുറച്ചിട്ട് എഴുതണം. നെക്സ്റ്റ് വൺ, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ആണ്. ഇറ്റ് ഈസ് എ പ്രൊവിഷൻ ക്രിയേറ്റഡ് ടു മീറ്റ് എനി ലോസ് ഇഫ് ദ ഡെപ്റ്റേഴ്സ് ഫെയിൽ ടു പേ ദി ഹോൾ ഓർ പാർട്ട് ഓഫ് ദ ഡെപ്റ്റ് ഈസ് കെപ്റ്റ് ബൈ ദം. ഇനി ഡെപ്റ്റേഴ്സ് ഉണ്ട്, ഡെപ്റ്റേഴ്സ് ക്യാഷ് തരാനും തരാതിരിക്കാനും ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ചില സമയത്ത് ചില ഡെപ്റ്റേഴ്സ് നമ്മളെ ചീറ്റ് ചെയ്തിട്ട് ക്യാഷ് തരാതെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലോസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ബിസിനസ് ക്രിയേറ്റ് ചെയ്തതാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ് അത് ഷോ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നിട്ടുള്ളതെങ്കിൽ ഡെപ്റ്ററിൽ നിന്ന് കുറച്ച് എഴുതേണ്ട ഐറ്റം കൂടിയാണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്. അപ്പം ബാഡ് ഡെപ്റ്റും അതുപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സും സൺഡ്രി ഡെപ്റ്ററുടെ എമൗണ്ടിൽ നിന്ന് കുറച്ച് എഴുതേണ്ട എമൗണ്ടാണ്, ഡിഡക്റ്റ് ചെയ്ത് എഴുതേണ്ട എമൗണ്ടാണ്. ബാഡ് ഡെപ്റ്റിനെയും പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റിലും നമുക്ക് ഡൗട്ടുകൾ ഉണ്ടാവും. ഇപ്പോൾ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. വെൻ ദ ബാഡ് ഡെപ്റ്റ് ഈസ് ഗിവൺ ഇൻ ട്രയൽ ബാലൻസ് ആൻഡ് ഫർദർ ബാഡ് ഡെപ്റ്റ് ആൻഡ് പ്രൊവിഷൻ ആർ ഗിവൺ ഇൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. നമ്മൾ പറഞ്ഞു ട്രയൽ ബാലൻസിൽ ബാഡ് ഡെപ്റ്റ് തരാൻ ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സിലും ബാഡ് ഡെപ്റ്റ് തരാൻ ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രൊവിഷനും അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ തരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇത് മൂന്നും കൂടെ ഒന്നിച്ച് സംഭവിക്കുന്ന സാഹചര്യമാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ്. വെൻ ബാഡ് ഡെപ്റ്റ് ഈസ് ഗിവൺ ഇൻ ട്രയൽ ബാലൻസ്, നെക്സ്റ്റ് ഫർദർ ബാഡ് ഡെപ്റ്റ് ഈസ് ഗിവൺ ഇൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആൻഡ് പ്രൊവിഷൻ ഈസ് ഗിവൺ. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ദ ബാഡ് ഡെപ്റ്റ് ഗിവൺ ഇൻ ദ ട്രയൽ ബാലൻസ് ഈസ് ഡെബിറ്റഡ് ഇൻ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ഫർദർ ബാഡ് ഡെപ്റ്റ് ഈസ് ആഡഡ് വിത്ത് ഇറ്റ് ആൻഡ് ദ സെയിം ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദി ഡെപ്റ്റേഴ്സ് ഇൻ ബാലൻസ് ഷീറ്റ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ട്രയൽ ബാലൻസിലുള്ള ബാഡ് ഡെപ്റ്റിൻ്റെ എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ അതുപോലെ എഴുതാം. എന്നിട്ട് ഫർദർ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് ഈ ബാഡ് ഡെപ്റ്റിനോട് ആഡ് ചെയ്യുക. ഇതിന് ശേഷം ഫർദർ ബാഡ് ഡെപ്റ്റ് എന്ന് തന്നിട്ടുള്ള ഈ ബാഡ് ഡെപ്റ്റ് മാത്രം ഡെപ്റ്ററുടെ എമൗണ്ടിൽ നിന്ന് കുറച്ചെഴുതാം. നെക്സ്റ്റ് ചെയ്യേണ്ടത് പ്രൊവിഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺലി ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ദി ഫർദർ ബാഡ് ഡെപ്റ്റ്. ഫർദർ ബാഡ് ഡെപ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ഡെപ്റ്ററിൻ്റെ മുകളിൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുക. ആ പ്രൊവിഷനും
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതുക. സെയിം എമൗണ്ട് ഡെപ്റ്ററിൽ നിന്ന് കുറച്ച് എഴുതുക. മീൻസ് പ്രൊവിഷൻ്റെ എമൗണ്ടും ഫർദർ ബാഡ് ഡെപ്റ്റും സൺഡ്രി ഡെപ്റ്ററുടെ എമൗണ്ടിൽ നിന്ന് കുറച്ച് എഴുതേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ നോക്കുക, നമ്മൾ ഡെപ്റ്ററുടെ എമൗണ്ട് തന്നിട്ടുള്ളത് 30,000 ആണെന്ന് വിചാരിക്കുക. അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട് 10% ഫർദർ ബാഡ് ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ആദ്യം 30,000ൻ്റെ 10% കാണുക. അപ്പോൾ 3,000. അപ്പോൾ 3,000 എന്ന് പറയുന്നത് ഫർദർ ബാഡ് ഡെപ്റ്റ് ആണ്. അതിനുശേഷം പറഞ്ഞിട്ടുണ്ട് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് 5% കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 5% 30,000 മുകളിലല്ല ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ 3,000 ബാഡ് ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം സൺഡേ ഡെപ്റ്ററുടെ എമൗണ്ട് 30,000 മൈനസ് 3,000 27,000 ആയിട്ടുണ്ടാവും. ഈ 27,000ൻ്റെ 5% ആണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ 27,000ൻ്റെ 5% കാണുക. ആണെങ്കിൽ 1,350 ആയിരിക്കും പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്. അങ്ങനെ ഈ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സും അതുപോലെ തന്നെ ബാഡ് ഡെപ്റ്റും മൈനസ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് കിട്ടുന്ന എമൗണ്ട് മാത്രമാണ് ബാലൻസ് ഷീറ്റിൽ സൺഡ്രി ഡെപ്റ്ററുടെ നേർക്ക് ഉണ്ടാവുക. ഒരു ആൾട്ടർനേറ്റീവ് കേസാണ് when bad debt and provision is given in the trial balance and new provision is given in the adjustment. ബാഡ് ഡെപ്റ്റും ഒരു പ്രൊവിഷനും ട്രയൽ ബാലൻസിൽ തന്നെ തന്നിട്ടുണ്ട്. പിന്നെ ഒരു ഫർദർ പ്രൊവിഷൻ എന്നുള്ള രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ ബാഡ് ഡെപ്റ്റ് തന്നിട്ടുള്ള ബാഡ് ഡെപ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ അതുപോലെ തന്നെ എഴുതുക. അതിൻ്റെ കൂട്ടത്തിൽ ന്യൂ പ്രൊവിഷൻ മീൻസ് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുള്ള ന്യൂ പ്രൊവിഷൻ ആഡ് ചെയ്യുക. അതിനുശേഷം ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ള പ്രൊവിഷനെ അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ ചെയ്യേണ്ടതാണ് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുള്ള പ്രൊവിഷൻ ആഡ് ചെയ്യണം, ട്രയൽ ബാലൻസിലുള്ള പ്രൊവിഷൻ ലെസ് ചെയ്യണം. നെക്സ്റ്റ് ശേഷം അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുള്ള പ്രൊവിഷൻ മാത്രം ഡെപ്റ്ററിൽ നിന്ന് കുറച്ച് എഴുതാം. When the bad debt and the provision is given in the trial balance and the further bad debt, new provision and the provision for discount on debtor is given in the trial balance. ഡെപ്റ്റും പ്രൊവിഷനും ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫർദർ ബാഡ് ഡെപ്റ്റ്സ് അതുപോലെ തന്നെ ന്യൂ പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സിലുണ്ട്. അത് കൂടാതെ തന്നെ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സിന് ഡിസ്കൗണ്ട് കൊടുക്കാനുള്ള പ്രൊവിഷനും അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടത് ബാലൻസ് തന്നിട്ടുള്ള ബാഡ് ഡെപ്റ്റ് അതിനോട് ഫർദർ ബാഡ് ഡെപ്റ്റ് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ പ്രൊവിഷൻ ആഡ് ചെയ്തിട്ട് അതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിൽ എഴുതുക. ഇതിൽ ഓർക്കേണ്ട കാര്യം, ആദ്യം ബാഡ് ഡെപ്റ്റ് ഫർദർ ബാഡ് ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്യണം ഡെപ്റ്ററിൻ്റെ മുകളിൽ. പിന്നീട് അതിന് കിട്ടുന്ന ബാലൻസ് അത് കഴിഞ്ഞിട്ടുള്ള ഡെപ്റ്ററുടെ ബാലൻസ് വെച്ചിട്ട് വേണം പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ. അതിനുശേഷം വേണം പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുക. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സൺഡ്രി ഡെപ്റ്ററുടെ എമൗണ്ടിൽ നിന്ന് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത പ്രൊവിഷൻ, പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ബാഡ് ഡെപ്റ്റ്, പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സിൻ്റെ പ്രൊവിഷൻ എല്ലാം ലെസ് ചെയ്തിട്ട് വേണം എമൗണ്ട് എഴുതാൻ. ഫർദർ ബാഡ് ഡെപ്റ്റും പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റും ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം ബാഡ് ഡെപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ആ ബാഡ് ഡെപ്റ്റിൻ്റെ എമൗണ്ട് കുറച്ചിട്ടുള്ള സൺഡ്രി ഡെപ്റ്ററിൻ്റെ മുകളിൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷമാണ് ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സിൻ്റെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് ബാക്കിയുള്ള ബാലൻസ് ഡെപ്റ്ററിൻ്റെ മുകളിൽ. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഡിസ്കൗണ്ട് അലൗ ചെയ്തിട്ട് ഏതെങ്കിലും ഡെപ്റ്റേഴ്സിന് ഡിസ്കൗണ്ട് അലൗ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ നികത്താൻ വേണ്ടി ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണം. അതുപോലെ തന്നെ ഡെപ്റ്ററിന് ബാലൻസ് ഷീറ്റിൽ കുറച്ചിട്ട് എഴുതണം. അഡ്ജസ്റ്റ്മെൻറ്റ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സിന് നമ്മൾ എമൗണ്ട് പേ ചെയ്യുന്ന സമയത്ത് അവർ നമുക്ക് തരാൻ ചാൻസ് ഉള്ള ഡിസ്കൗണ്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊവിഷനാണ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് ഡിസ്കൗണ്ട് തരുമെന്ന് വിചാരിച്ചിട്ടുള്ള എമൗണ്ട് നമ്മൾ പ്രൊവിഷനായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് ഇൻകം ആണ്. അതുകൊണ്ട് തന്നെ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ ക്രെഡിറ്ററിൽ നിന്ന് മൈനസ് എഴുതാനുള്ള എമൗണ്ടാണ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫൈനൽ അക്കൗണ്ടിൽ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഡിഗ്രി ലെവൽ എക്സാമിന്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കറക്റ്റ് പഠിക്കേണ്ടത് ബാഡ് ഡെപ്റ്റിൻ്റെ കാൽക്കുലേഷനാണ്. ബാഡ് ഡെപ്റ്റ് എങ്ങനെ പല പല സാഹചര്യങ്ങളിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ബാക്കിയുള്ള ഔട്ട്സ്റ്റാൻഡിങ്, പ്രീപെയ്ഡ് എല്ലാ എക്സ്പെൻസുകളും ഇൻകംസും ഒക്കെ പഠിക്കണം.